let's all seriously worship in singing and praising God by our songs. Let's sing energetically and happily and graciously so that God will listen to our songs and He'll be pleased. So let's all join together and sing few songs. ആദ്യമായി 14-ാമത്തെ പാട്ട് പാടാം. സർവ്വ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ്വ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സ്തുതിക്കും ഞാൻ. ഈശോണിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈശോണിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. 14 യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹാ എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. തൻ്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. എൻ ലംഘനങ്ങളും എന്നകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തൻ്റെ സ്നേഹത്താം. എൻ ലംഘനങ്ങളും എന്നകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തൻ്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹാ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. രോഗശയ്യയിലെനിക്കു സഹായകനും രാക്കാല ഗീതവുമവൻ. നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമൻ, ആത്മസഹിയുമവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമൻ, ആത്മസഹിയുമവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹാ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരത്തു അവകാശം ഞാനും പ്രാപിപ്പാൻ. ദിവ്യാത്മാവിൽ ശുദ്ധീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിടുമേ. ദിവ്യാത്മാവിൽ ശുദ്ധീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിടുമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹാ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. We have got somebody who can sing nicely along with me or others. I can sing with us, so I want Disha to come forward and sing with us.
അറിയില്ലേ? സ്തോത്രഗാനങ്ങൾ 15-ാമത്തെ പാട്ട് പാടാം. 15 എല്ലാവർക്കും ചേർന്ന് 15-ാമത്തെ പാട്ട് പാടാം. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളിലും നിൻ ജീവിതത്തെ. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളിലും നിൻ ജീവിതത്തെ. നിന്റേതായ പ്രാണനെ കാത്തുകൊണ്ടതാൽ, നിന്റേതായ പ്രാണനെ കാത്തുകൊണ്ടതാൽ എന്റെ ആദരം നിന്നെ കീർത്തിക്കുമേ. എന്റെ ജീവകാലമെല്ലാം പുതുഗാനത്താൽ അതുല്യനാമത്തെ സ്തുതിച്ചിടുമേ. എന്റെ ജീവകാലമെല്ലാം പുതുഗാനത്താൽ അതുല്യനാമത്തെ സ്തുതിച്ചിടുമേ. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളിലും നിൻ ജീവിതത്തെ. നിന്റെ നാമമല്ലോ എന്നും എൻ്റെ ആശ്ചര്യം, നിന്റെ നാമമല്ലോ എന്നും എൻ്റെ ആശ്ചര്യം. നിന്നിൽ മാത്രം ഞാനെന്നും ആനന്ദിക്കും, നിന്നിലല്ലോ നീ ജീവവുറവാം. ജീവവഴിയും നീ മാത്രമല്ലോ, നിന്നിലല്ലോ നിത്യ ജീവവുറവാം. ജീവവഴിയും നീ മാത്രമല്ലോ. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളിലും നിൻ ജീവിതത്തെ. നിന്റെ വലങ്കൈയിൽ എന്നെ താങ്ങി നടത്തും, നിന്റെ വലങ്കൈയിൽ എന്നെ താങ്ങി നടത്തും. എന്റെ കാലുകൾ തെല്ലുമിടറിടാതെ എന്റെ ഗമനത്തെ സുസ്ഥിരമാക്കും. നിന്റെ വഴിയിൽ ഞാൻ നടക്കുവാനായി എന്റെ ഗമനത്തെ സുസ്ഥിരമാക്കും. നിന്റെ വഴിയിൽ ഞാൻ നടക്കുവാനായി സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളിലും നിൻ ജീവിതത്തെ. എല്ലാ നാളിലും നിൻ ജീവിതത്തെ. അറുപത്തിയൊന്നാമത്തെ പാട്ട് എല്ലാവരും ചേർന്ന് പാടാം. Let's be happy and cheerful while we are singing. We should know that we are worshiping God with our songs and praises. So let's sing. 61 എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അന്യനായി. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. പാത
പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂല മനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടതയനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. മുമ്പ് ചെങ്കടലാർ തിരച്ചാനെതിരായി പിൻപിൽ വൻവൈരി പിൻവലിച്ചാൻ. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാറയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാറയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂല മനവധി വന്നിടും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടതയനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. തീച്ചുളയെതിരായെരിഞ്ഞാൽ ശത്രുക്കിനെ പോൽ വീഴ്ത്തപ്പെട്ടാൻ. എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂല മനവധി വന്നിടും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടതയനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ ദാനിയേലെ പോലെ വീഴ്ത്തപ്പെട്ട സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെ കാത്തുകൊള്ളും. സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെ കാത്തുകൊള്ളും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂല മനവധി വന്നിടും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടതയനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ.
ആശ്വാസത്തിൻ ഉറവിട. Take a sketch. അതെ. നമുക്കൊരു പാട്ട് പാടാം. അതായത് 115 സ്പെഷ്യൽ സോങ് പോലെ പാടാവുന്നതാണ്. പക്ഷെ എല്ലാവരും ചേർന്ന് നമുക്ക് പാടാം. പാടിക്കൂടെ പല സമയം. ആശ്വാസത്തിന് ഉടമ ക്രിസ്തു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചി മയക്കടന്നു തുടങ്ങി. നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. നിന്നെ വിളിച്ചിടുന്നു. പാപാന്തകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, പാപാന്തകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായവ. നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായവ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. നിന്നെ വിളിച്ചിടുന്നു. Good afternoon. The clock is running very fast, so I know you're all anxiously waiting for the food and the spiritual feast that we are going to have. Before that, there is a few announcements to make. I was asked to do this one every time I come here. I am given something to do. So I am undertaking that one gladly, because when friends tell you something to do, I don't want to refuse it. So that's what I am standing before you. I want to welcome you all for this service in the natural setting. It's a very nice place, and I am glad you all have come, though it is a little far. You have come to enjoy this retreat, and I want to welcome you all to this place. And I am glad. I am hoping that you all enjoy this one while we spend some time together in fellowship and prayer. The announcements I want to make is there is sad news to pass it on. That is. That happened in New York. That is death of one of our friends, Annie and Stella, their sister. Huh?
whose mother? Ani's mother. Passed away in Kerala, right? Passed away in Kerala. You might know Ani Varghese in New York, Stella's husband, and our Achan Kunya, that is. So please remember the family in prayer. And there's a special request that has come from Pastor Sam Daniel and Lily Daniel. God has wonderfully saved them from the fall. They are right on the middle of the road, and they have requested this prayer, and we would remember them as we go on worshiping, and in your private prayers, please remember them, and God has blessed them and saved them from the fall, not only from the fall, or a lot of other complications afterwards. This happened in June, right? June 15th. Amen. This happened in June 15, and this is the first time they are coming to church after the fall and other complications. And they are also celebrating their 53rd wedding anniversary, and we wish them best for the coming years. May God give them many more years together, and may to work in His vineyard. We are going to start the program now. So all people, all the members who have undertaken the responsibility, they are here now. So we'll start the program. And once again, I want to thank you all for coming. And God is going to richly bless us. Thank you. I need a mic in my hand because I can't reach. A special announcement I want to make because most of us came driving. So the front office, we should stop and get a pass. If anybody without pass park somewhere here, please let me or Reggie know so that we can get a pass for the car. If we keep car here without the parking pass, it's dangerous. Please let us know. ശരി, ഹലോ, ഇപ്പോഴാണ് എല്ലാവരും സെറ്റായത്. സോ ലെറ്റ്സ് സിംഗ് ഫ്യൂ മോർ സോങ്സ്. 49 ആപത്തു വേളകളിൽ ആനന്ദവേളകളിൽ എല്ലാവരും ചേർന്ന് പാടാം. എൻ യേശുവേ. Just make it so happiest, gracious occasion. ആപത്തു വേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത എൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. എൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എന്നിരസിൽ വെച്ചനുഗ്രഹിക്കണേ. അങ്ങയുടെ ആത്മാവിനാലേഴയെ അഭിഷേകം ചെയ്തനുഗ്രഹിക്കണേ. അങ്ങയുടെ ആത്മാവിനാലേഴയെ അഭിഷേകം ചെയ്തനുഗ്രഹിക്കണേ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത എൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. കഷ്ടതയുടെ കയ്പുനീരിൻ പാത്രവും
അങ്ങു എൻ കരങ്ങളിൽ കൂടിപ്പന്തന്നാൽ കഷ്ടതയുടെ കയ്പുനീരിൻ പാത്രവും അങ്ങു എൻ കരങ്ങളിൽ കൂടിപ്പന്തന്നാൽ ചോദ്യം ചെയ്യാതെ വാനം വാങ്ങി ചെയ്യുവാൻ തിരുകൃപ എന്നിൽ പകരണമേ. ചോദ്യം ചെയ്യാതെ വാങ്ങിപ്പാനം ചെയ്യുവാൻ തിരുകൃപ എന്നിൽ പകരണമേ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത എൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. എൻ്റെ ഹിതം പോലെ നടത്തരുതേ, എൻ്റെ ഹിതം പോലെ നയിക്കണമേ. എൻ്റെ ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെന്നെ നയിക്കണമേ. ജീവിത പാതയിൽ പതറിടാതെ സ്വർഗഭവനത്തിൽ എത്തുളവും. ജീവിത പാതയിൽ പതറിടാതെ സ്വർഗഭവനത്തിൽ എത്തുളവും. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത എൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത എൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ഏതാ? നൂറ്റി പാട്ട് അവസാനമായി യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ വാനമേഘെ വെളിപ്പെടും കാലമായി. എല്ലാവരും ചേർന്ന് പാടാം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ വാനമേഘെ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ, ഒരുങ്ങാം വിശുദ്ധിയുടെ. കാലം ആസന്നമായി പ്രിയരെ, ഒരുങ്ങാം വിശുദ്ധിയുടെ. ചേരും നാം വേഗത്തിൽ വിടതിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇൻപവിടതിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ, യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ, കാന്തൻ യേശു വരാൻ കാലമായി രൂപാന്തരം പ്രാപിക്കും. കാന്തൻ യേശു വരാൻ കാലമായി രൂപാന്തരം പ്രാപിക്കും. ചേരും നാം വേഗത്തിൽ ഇൻപവിടതിൽ, ഓടും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇൻപവിടതിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ,
രോഗദുഃഖങ്ങളും മരണമതും എല്ലും നീ ഭയപ്പെടാതെ. ദേഹം മണ്ണോടു ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും. ദേഹം മണ്ണോടു ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും. ചേരുന്ന വേഗത്തിൽ ഇൻപവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇൻപവിടതിൽ ചേരും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ധട ഉയർക്കും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോൾ. ധട ഉയർക്കും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോൾ. പാരിൽ പാർത്തിടും നാം അന്നാളിൽ രൂപാന്തരം പ്രാപിക്കും. പാരിൽ പാർത്തിടും നാം അന്നാളിൽ രൂപാന്തരം പ്രാപിക്കും. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. വന്നിടേണമേശുനാഥ ഇന്നിയോഗമധ്യേ നീ തന്നരുൾക നിൻ വരങ്ങൾ നിൻ സ്തുതി കൊണ്ടാടുവാൻ. തന്നരുൾക തരങ്ങൾ നിൻ സ്തുതി കൊണ്ടാടുവാൻ. ഇന്നു നിൻ തിരുവചനം ഘോഷിക്കും നിൻ ദാസനും. നിന്നനുഗ്രഹ മിറവിൽ ശക്തിയെ നൽകിയിടണം. നിന്നനുഗ്രഹ നിറവിൻ ശക്തിയെ നൽകിയിടണം. Glory be to the Father, and to the Son, and to the Holy Ghost, as it was in the beginning, is now, and ever shall be, world without end. Amen. Amen. Dear loving Father, thank you for this wonderful day which you have given us. As we have all come before you, please be with us and bless us with your choices blessing, that we might all come more closer to you and return happily to our homes, dear God. We ask these things in the name of your Son, Jesus Christ. Amen. To begin our divine service, let's all stand and sing hymn number 209. What a fellowship, what a joy. Let's all stand and sing. 209.
What a fellowship, what a joy divine, leaning on the everlasting love. What a blessedness, what a peace is mine, leaning on the everlasting love. Leaning, safe and secure from all alarm. Leaning on the everlasting arm. Oh, how sweet to walk in this pilgrim way, leaning on the everlasting arm. Oh, how bright the path grows from day to day, leaning on the everlasting arm. Leaning, safe and secure from all alarm. Leaning on the everlasting arm. What have I to dread? What have I to fear? Leaning on the everlasting arm. I have placed the peace with my Lord so near, leaning on the everlasting arm. Leaning, safe and secure from all alarm. Leaning on the everlasting arm. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പകൽകാലത്തിനായി പൊന്നുനാമത്തിന് സ്തോത്രം. പല സ്ഥലങ്ങളിലും പല ഭവനങ്ങളിൽ നിന്ന് അടിയങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ കൂടുവാനും സ്വർഗത്തിലെ ദൈവത്തിലേക്ക് കണ്ണുകളെ ദർശിപ്പാനും നൽകി തന്നിരിക്കുന്ന വിലയേറിയ അവസരത്തിനായി പൊന്നുനാമത്തിന് സ്തോത്രം. കർത്താവേ, അടിയങ്ങളെപ്പോലെ ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന എത്രയോ ആയിരങ്ങൾ ഓരോ ദിവസവും ഓരോ നിമിഷവും ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നു. ഞങ്ങളുടെ ദൈവം തമ്പുരാൻ ഓരോ ദിവസവും അത്ഭുതകരമായി അവിടുത്തെ കൃപയിൽ പൊതിഞ്ഞു വഴി നടത്തുന്നുകൊണ്ട് പൊന്നുനാമത്തിന് സ്തോത്രം. ഞങ്ങളുടെ യേശുവേ, അങ്ങയുടെ കൃപാസനത്തിലേക്ക് കണ്ണുകളെ ദർശിപ്പാൻ ഈ വിശുദ്ധ ശബത ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടെ നൽകി തന്നുകൊണ്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഇന്നിവിടെ ആയിരിക്കുന്ന നിൻ്റെ മക്കളെ ഓരോരുത്തരെയും വ്യക്തികളായി കുടുംബങ്ങളായി പൊന്നു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജീവിതത്തിന് ആവശ്യമുള്ള എല്ലാ സ്വർഗീയ വാഴുകളും അനുഗ്രഹങ്ങളും നീ ഉയരത്തിൽ നിന്ന് കൊടുത്ത് ആവശ്യമായ എല്ലാ കൃപകളാലും നന്മകളാലും പോറ്റി ആരോഗ്യത്തോട് സമാധാനത്തോട് നിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിപ്പാൻ തക്കവണ്ണം വ്യക്തികളായി കുടുംബങ്ങളായി അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. അവിടുത്തെ കൃപയും അനുഗ്രഹവും ചൊരിഞ്ഞ് കർത്താവിൻ്റെ കരങ്ങളിൽ വഹിച്ച് നിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിപ്പാൻ തക്കവണ്ണം ശക്തരാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സുഖമില്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ കൃപാസനത്തിലേക്ക് ഉയർത്തുന്നു. വിശേഷാൽ ബ്രദർ സാം ഡാനിയലിനെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആശ്വാസത്തോട് ആരോഗ്യത്തോട് സന്തോഷത്തോട് സമാധാനത്തോട് ദൈവം കാക്കണേ. തൻ്റെ ഭവനത്തെയും മകളെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ സുഖമില്ലാതിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും മതിയായ ആശ്വാസവും ആരോഗ്യവും സന്തോഷവും സമാധാനവും കൊടുത്ത് ദൈവം കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ യേശുതമ്പുരാൻ അതിവേഗം വരുന്നത് കൊണ്ട് സ്തോത്രം. കഷ്ടതയും ദുഃഖവും മരണവും ദാരിദ്ര്യവും പ്രകൃതിക്ഷോഭങ്ങളും രാഷ്ട്രീയ സംവാദങ്ങളും നിറഞ്ഞ് തുളുമ്പുന്നതായി ഭൂമിയിൽ നിന്ന് ഒരിക്കലും വേർപാടും ദുഃഖവും മരണവുമില്ലാത്ത ഭവനത്തിലേക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ ചേർപ്പാൻ കർത്താവ് അതിവേഗം വരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ നടക്കുന്ന എല്ലാവരിലും കർത്താവിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും ഉണ്ടാകണമേ. വചനം സംസാരിക്കുന്നതിൻ്റെ മകനോട് കൂടെ ഇരിക്കണമേ, ശക്തീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളിവിടെ വിട്ടു പോകുമ്പോൾ കർത്താവിനെ നോക്കി വരും കാലങ്ങളിലൊക്കെ നിൻ്റെ നിൻ്റെ വേഗം വരവിന് വേണ്ടി ഒരുങ്ങി ജീവിപ്പാനും ഞങ്ങളുടെ യേശുതമ്പുരാൻ്റെ അതിവേഗമുള്ള വരവെങ്കിൽ ഞങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഒരുമിച്ച് നിത്യരാജ്യത്തിൽ സന്തോഷിപ്പാൻ അവിടുന്ന് കൃപ നൽകണമെന്ന് യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണമേ. ആമേൻ. ഇപ്പോൾ നമുക്ക് നമ്മുടെ ദശാംശവും കാണിക്കെടുക്കേണ്ട സമയമാകുന്നു. ഡീക്കന്മാർ മുമ്പോട്ട് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ബൈബിളിൽ നിന്നും ഒരു വാക്യം വായിക്കാൻ ഗലാത്യൻസ് ചാപ്റ്റർ 5 അതിൽ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യന് വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. സോ whatever the offering we collect is going to be നന്മ ചെയ്യുന്നതിന് വേണ്ടിയാണ്. നമ്മൾ കാണിക്ക കൊടുക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നന്മയാണ് ചെയ്യുന്നത് മറ്റുള്ളവരെ. നമ്മുടെ ഈ തിരുവചനം അറിയാത്ത പല ഭാഗങ്ങളും ഉണ്ടല്ലോ. ഇതിൻ്റെ ഒരു അംശം അവിടെ ചെന്ന് എത്തുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന നന്മയായിരിക്കും. ഇപ്പോൾ ഡീക്കന്മാർ വന്ന് കാണിക്കെടുക്കുന്നതായിരിക്കും. ഈ സമയത്ത് നമുക്കൊരു സ്പെഷ്യൽ സോങ് ലില്ലിയനിൽ നിന്നും കേൾക്കാം. ലില്ലിയൻ. പ്രൈസ് ദ ലോർഡ്. എന്നോടു ചെയ്തതാ നന്മകൾക്കായി എന്തു ഞാൻ പകരം തരും? എന്നോടു ചെയ്തതാ നന്മകൾക്കായി എന്തു ഞാൻ പകരം തരും? എന്നെയും എനിക്കുള്ള സർവത്തെയും യാഗമായി തന്നിടാമേ. എന്നെയും എനിക്കുള്ള സർവത്തെയും യാഗമായി തന്നിടാമേ. ആരാധന ആരാധന യാഹന്ന ദൈവത്തിൻ ആരാധന. ആരാധന ആരാധന യാഹന്ന ദൈവത്തിൻ ആരാധന. ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം അത്ഭുതമായി. ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം അത്ഭുതമായി. നൽകിയവൻ പാലിച്ചവൻ രക്ഷകാ നീയല്ലയോ. നൽകിയവൻ പാലിച്ചവൻ രക്ഷകാ നീയല്ലയോ.
ആരാധന ആരാധന യാഹന്ന ദൈവത്തിൻ ആരാധന 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 യാഹന്ന ദൈവത്തിൻ ആരാധന ആശയെല്ലാം പോയി മറഞ്ഞു നിരാശയായി മൂടിയപ്പോൾ ആശയെല്ലാം പോയി മറഞ്ഞു നിരാശയായി മൂടിയപ്പോൾ ധൈര്യം നൽകി വചനം നൽകി പ്രത്യാശ തന്നവനെ ധൈര്യം നൽകി വചനം നൽകി പ്രത്യാശ തന്നവനെ എന്നോടു ചെയ്തതാം നന്മകൾക്കായി എന്തു ഞാൻ പകരം തരും എന്നെയും എനിക്കുള്ള സർവത്തെയും യാഗമായി തന്നിടാമേ എന്നെയും എനിക്കുള്ള സർവത്തെയും യാഗമായി തന്നിടാമേ ആരാധന ആരാധന യാഹന്ന ദൈവത്തിൻ ആരാധന 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 യാഹന്ന ദൈവത്തിൻ ആരാധന യാഹന്ന ദൈവത്തിൻ ആരാധന. Praise God from whom all blessings flow. Praise Him, all creatures here below. Praise Him above the heavenly host. Praise Father, Son, and Holy Ghost. Let's pray. Merciful Father in heaven, we are so thankful to you for bringing all of us together to worship you in this nature. Though we are living in America, though we are traveling everywhere, but this is a rare opportunity for coming and worshiping you in this beautiful place. We are so thankful to you for giving us this opportunity, O Lord. As we give our tithe and offering today, bless this offering in a special way so that this fund may be used to furtherance of your work in different areas. Bless each and everyone who is giving, each and everyone is participating to give not only this offering to the different projects in India. Bless each and everyone, keep us loyal and faithful. We pray in Jesus' name. Amen. Now we will have a special song again from Marilyn Daniel. By this time, please children come forward and collect your offering also. കണ്ടു ഞാൻ കാൽവരിയിൽ എന്നേശുരക്ഷകനെ എൻ്റെ ഘോര ദുരിതങ്ങളകറ്റാൻ എനിക്കായി തകർന്നവനെ കണ്ടു ഞാൻ കാൽവരിയിൽ എന്നേശുര
എൻ്റെ ഘോര ദുരിതങ്ങളകറ്റാൻ എനിക്കായി തകർന്നവനേ, നിനക്കായി ഞാൻ എന്തു നൽകും, എനിക്കായി തകർന്ന നാഥ. ഇഹത്തിൽ ഞാൻ വേല ചെയ്തു ആനയും നിൻ സന്നിധിയിൽ, നിനക്കായി ഞാൻ എന്തു നൽകും, എനിക്കായി തകർന്ന നാഥ. ഇഹത്തിൽ ഞാൻ വേല ചെയ്തു ആനയും നിൻ സന്നിധിയിൽ. വിടുതൽ നീ നൽകിയല്ലോ, അരികിൽ നീ ചേർത്തുവല്ലോ. വിടുതൽ നീ നൽകിയല്ലോ, അരികിൽ നീ ചേർത്തുവല്ലോ. മകളായി നീ എന്നെ മാറ്റി, ആദരം നിന്നെ സ്തുതിക്കാൻ. മകളായി നീ എന്നെ മാറ്റി, ആദരം നിന്നെ സ്തുതിക്കാൻ. കണ്ടു ഞാൻ കാൽവരിയിൽ എന്നീശു രക്ഷകനെ, എൻ്റെ ഘോര ദുരിതങ്ങളകറ്റാൻ എനിക്കായി തകർന്നവനേ, നിനക്കായി ഞാൻ എന്തു നൽകും, എനിക്കായി തകർന്ന നാഥ. ഇഹത്തിൽ ഞാൻ വേല ചെയ്തു ആനയും നിൻ സന്നിധിയിൽ. ദൈവസ്നേഹം പകർന്നു തന്നു, സ്വർഗവാതിൽ തുറന്നു തന്നു. ദൈവസ്നേഹം പകർന്നു തന്നു, സ്വർഗവാതിൽ തുറന്നു തന്നു. നിത്യജീവൻ നൽകിടാനായി പുത്രനെ തകർത്തു ക്രൂശിൽ. നിത്യജീവൻ നൽകിടാനായി പുത്രനെ തകർത്തു ക്രൂശിൽ. കണ്ടു ഞാൻ കാൽവരിയിൽ എന്നീശു രക്ഷകനെ, എൻ്റെ ഘോര ദുരിതങ്ങളകറ്റാൻ എനിക്കായി തകർന്നവനേ, നിനക്കായി ഞാൻ എന്തു നൽകും, എനിക്കായി തകർന്ന നാഥ. ഇഹത്തിൽ ഞാൻ വേല ചെയ്തു ആനയും നിൻ സന്നിധിയിൽ. ഇഹത്തിൽ ഞാൻ വേല ചെയ്തു ആനയും നിൻ സന്നിധിയിൽ. I see our children are so happy today. Why? Because and Grace Matthew is here to tell you a story. Okay?
job there, and then he got married, a beautiful girl, and then he had 2 children. He did not think about his mother. He never came to see his mother. So, one day, it's years passed, and then one day mother thought, I will go. She came to know where the son is, and she had 2 children. So I wanted to go and see my grandchildren. So she took a train, and then she went there, and then she came to his home and knocked at the door. And then 2 little You came here also. You came to embarrass my children. Go away from here. Don't you ever come here. Mom did not say anything, and she said, I am so sorry. I got the wrong house. So she never leave. One day, he got a letter saying that they are having reunion in the school. So he wanted to go there. He wanted to see all the friends. So he told his wife, he actually lied to the wife saying that I'm going for a conference. So he went over there to see, met all the classmates and schoolmates and everything. He had a good time. Then he thought, I will go and sleep there where my mother is. So I will go there and see. So he sneaked there and then there, and then some neighbor, the house was locked, and some neighbors came out there and told that your mother died. Your mother is not there. So, but mother gave this letter to give it to you. So he took the letter, he opened it up, and then, when they said the mother died, he didn't even cry, he didn't even feel bad, anything but the letter, he opened it, he wanted to see what is in it. So now, this is the letter that mother wrote to the son. My dearest son, I think of you all the time. I am sorry that I came to your house, scared your children. I was so glad when I heard you were coming for the reunion. But I am not able to even get out of the bed to see you. I'm sorry that I was a constant embarrassment to you when you were growing up. You see, when you were very little, you got into an accident and lost your eye. As a mother, I couldn't stand watching you, having you grow up with one eye. So I gave you mine. I was so proud of my son who was seeing a whole new world for me in my place with that eye. With all my love to you, your mother. After reading that, he was shivering, and he didn't know that was the eye that he was carrying around, and told the mother all these things, right, when she was alive. So always, children, love your parents when you are alive and when they are alive. Okay? And the Exodus 20 verse 12 says, honor your father and your mother, so your days will be long upon the earth that God gives you. Right? Okay. You
everyone see that mother's picture. I'll show you the mother. This is the mother's story. It's a story. You see? This is the mother. Okay, God bless you all. Thank you for this. I'm so happy to tell you all that this song which I am going to sing now is produced by my son, David, and also supported by they are good partners who are doing God's work in Kerala, and they are producing songs also. So let's listen to the music and see how it is. എത്ര നാൾ ഞാൻ കാത്തിരുന്നു യേശുവേ രക്ഷക, നിൻ സ്വരം കേൾക്കാൻ, നിൻ മുഖം കാണാൻ എത്ര നാൾ ഞാൻ കാത്തിരുന്നു യേശുവേ രക്ഷക. നേരമെന്തായോ കാവൽക്കാരാ, നേരം എന്തായോ, നേരമെന്തായോ കാവൽക്കാരാ, നേരം എന്തായോ, നേരമെന്തായോ കാവൽക്കാരാ, നേരം എന്തായോ. ശീതം കഴിഞ്ഞു, മഴയും മാറി, പൂവുകൾ പൂക്കും കാലം വന്നിടാറായി. ശീതം കഴിഞ്ഞു, മഴയും മാറി, പൂവുകൾ കാലം വന്നിടാറായി. നേരമെന്തായോ കാവൽക്കാരാ, നേരം എന്തായോ, നേരമെന്തായോ കാവൽക്കാരാ, നേരം എന്തായോ. വിശ്വാസം ക്ഷയിക്കില്ല, നാളു
നാളുകൾ പോയാലും സ്വർഗവാഗ്ദത്തം മാറുകില്ല. യേശുവിൻ വരവായി വിശ്വാസം ക്ഷയിക്കില്ല. നാളുകൾ പോയാലും സ്വർഗവാഗ്ദത്തം മാറുകില്ല. യേശുവിൻ വരവായി. നേരമെന്തായോ കാവൽക്കാരാ, നേരം എന്തായോ, നേരമെന്തായോ കാവൽക്കാരാ, നേരം എന്തായോ, നേരമെന്തായോ കാവൽക്കാരാ, നേരം എന്തായോ. For scripture reading, please turn your Bibles to Malachi chapter 4, verses 5 and 6. Malachi chapter 4, verses 5 and 6. Behold, I will send you Elijah the prophet before the coming of the great and dreadful day of the Lord. And he will turn the hearts of the father to the children, and the hearts of the children to their fathers, lest I come and strike the earth with a curse. May the Lord add blessings to this portion. I am so happy to introduce our speaker, Mr. Jacob Kuntura. Firstly, he is the best friend of my son, Elvin. Jacob Kundra is from a renowned large Catholic family. His dad is an ophthalmologist. And he was the one who got exposure to the Adventist message through 3ABN while he was working in the Middle East a few years ago. He actually started watching 3ABN in order to try to disprove that Adventist doctrines and prove that Catholics were true. But eventually he became convinced. Instead, he started recording all the 3ABN sermons with his mom and sister and father. Later on, they baptized into the church. Jacob's story came in the mission report as a 2-part story last year. He finished his M.Tech in Industrial Engineering from the #1 college in Kerala, CET Trivandrum Engineering College. He was a university silver medalist with an 8.5 GPA. Now he is the co-founder and CEO of Wisdom Tooth, his own company. He was a Southern Asia Division Executive Committee member. He is also co-founder of Goal Ministries, a charitable and evangelistic organization involving the youth of the Adventist Church in India. So we are all very pleased to have Mr. Jacob in our midst. So please join me welcoming Mr. Jacob Kundra to our midst to break the bread of life. May God touch his mind and lips as he delivers his message this afternoon. Good afternoon to all of you, and happy Sabbath. This is one problem when friends write an introduction for you. I almost lost my breath when I heard that. Personally, if I had seen that, he was actually going to show me what he was going to read. I said I didn't want to see. That's. I like to introduce myself as one person who works at the grassroots levels of our church. ഞാനൊരു വോളണ്ടിയറാണ് ശരിക്കും അഡ്വൻറ്റിസ്റ്റ് ചർച്ചിൽ. And we work at the most grassroots levels. We visit churches which have just 5 members, 10 members, 1 member,
of work which we do, and we evangelize. That is a thing which I love doing also. All the other things are just support and to keep myself doing the other things. Okay. So before we get into the message, I request that we take a moment to pray. And I've always believed that no preacher can make an impact on any person unless the Holy Spirit touches the people's hearts. Please pray for me. Please pray for yourselves. And please pray that the spiritual food that we receive would be much more tastier and appealing than the food which we are going to receive after that. അപ്പോൾ നമുക്ക് ആർക്കും വിശന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ തോന്നാണ്ടിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ടേക്ക് എ മൊമെൻറ്റ് ടു പ്രേ. ഞങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെല്ലാവരും അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന അങ്ങയുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളും വചനങ്ങളും ശ്രവിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങൾ കേൾക്കുന്ന ഈ ദൂതിനെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ ഇടയാക്കണമേ. ഇത് സംസാരിക്കുവാൻ യാതൊരു യോഗ്യതയും ഇല്ല എന്നെനിക്കറിയാം. പക്ഷെ അവിടുത്തെ കൃപ ഒരിക്കൽ കൂടി എനിക്ക് നൽകി അവിടുന്ന് ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് സംസാരിക്കുവാൻ ഇടയാക്കണമേ. അതെല്ലാവർക്കും ഉപകാരപ്പെടുവാനും ഇടയാക്കണമെന്നും കൂടാതെ ഞങ്ങൾ വളരെയധികം വൈകിയിരിക്കുന്നു. ഞങ്ങൾക്ക് ഈ ആത്മീയമായ ഭോജനം ഭക്ഷിക്കുമ്പോൾ മറ്റെല്ലാ ലൗകികമായ കാര്യങ്ങളിൽ നിന്നും ഞങ്ങളുടെ ചിന്തകളെ മാറ്റി ഇത് ആസ്വദിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റവും താഴ്മയോട് യാചിക്കുന്നു. ആമേൻ. ഇനി കൂടുതൽ ഇൻട്രൊഡക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് തുടങ്ങാവുന്നതായിരിക്കുന്നു. Because we are already late. Let's turn our Bibles to 1 Kings chapter 18 and verse 17 onwards. ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. ഓർക്കെ 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ആ 1 രാജാക്കന്മാർ 18-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം മുതൽ വായിക്കാം. തുടർന്ന് വായിക്കാം. ഓക്കെ, ഇതിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ്? ഏലിയാവ് പ്രവചിച്ചു 3.5 വർഷം മഴ പെയ്യാണ്ടിരിക്കാൻ വേണ്ടി. 3.5 വർഷം തീരാറായപ്പോൾ ഏലിയാവ് ആഹാബ് രാജാവിൻ്റെ മുമ്പിൽ എന്നേക്കുക. അപ്പോഴാണ് ആഹാബ് രാജാവ് ചോദിക്കുന്നത്, നീയാണോ ഇസ്രായേലിനെ ട്രബിൾ ചെയ്യണ ആൾ, കഷ്ടപ്പെടുന്ന ആളെന്ന് ചോദിക്കുക. അപ്പോൾ ഏലിയാവ് പറയുകയാണ്, ഞാനല്ല, നീയും നിൻ്റെ പിതൃഭവനവും ആണ് എന്നാണ് പറയുന്നത്. തുടർന്ന് വയ്ക്കാം. ഓക്കെ, ഇവിടെ സംഭവം എന്ന് പറയുമ്പോൾ ആഹാബ് ഓർ ഏഹാബ് ഇസ് എ റൂളർ ഓഫ് ഇസ്രായേൽ. ഈ പാവം പ്രോഫിറ്റ് റൂളറിൻ്റെ അടുത്ത് നേരെ എന്നിട്ട് പറയാണ്, ഇസ്രായേലുള്ള എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വാ, 450 ബാല പ്രവാചകന്മാരെ, 400 അശേര പ്രവാചകന്മാരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് കാർമേൽ പർവ്വതത്തിലേക്ക് വരാൻ പറയുക. ഇപ്പം ഞാൻ പോയിട്ട് ഒബാമയുടെ അടുത്തോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദിയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഉടനെ തന്നെ ലോക്സഭയിലെ രാജ്യസഭയിലുള്ള എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പാർലമെൻറ്റ് മുമ്പിൽ വരാൻ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? പിന്നെ എന്നെ കാണുന്നത് എവിടെയായിരിക്കും? കാക്കനാട് അല്ലെങ്കിൽ കുസുമഗിരിയിലെ മെൻ്റൽ ഹോസ്പിറ്റലിലായിരിക്കും. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു നോക്കാം. അടുത്ത വാക്യം വായിക്കാം. കണ്ട, even the king couldn't resist this divine command.
ഈ രാജാവിന് പോലും റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആഹാബിൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ട് പറയുമ്പോൾ ഉടനെ തന്നെ ആളെ അയച്ച് പെട്ടെന്ന് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വന്നു. തുടർന്ന് വയ്ക്കാം. ഓക്കെ, ഇവിടെ ഏലിയ ഓർ ഇലൈജ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യം ചോദിക്കുക. നിങ്ങൾ ഒന്നെങ്കിൽ യഹോവയുടെ കൂടെ നിൽക്ക്, അല്ലെങ്കിൽ ബാലിൻ്റെ കൂടെ നിൽക്ക്. ഈ രണ്ട് തോണിയിലും കാല് കുത്തിക്കൊണ്ടുള്ള പരിപാടി നിർത്താൻ പറഞ്ഞു. എത്ര പേര് യഹോവയുടെ കൂടെ ആ സമയത്ത് നിന്ന്? ആൻറ്റി അന്ന് ഉണ്ടായിരുന്നില്ലല്ലോ. ഒരൊറ്റ ഒരാൾ പോലും മിണ്ടിയില്ല എന്നാണ് എഴുതിയിരിക്കണത്. ആൻഡ് നോ പേഴ്സൺ ബട്ട് ദ പീപ്പിൾ ആൻസേർഡ് ഹിം നോട്ട് എ വേർഡ്. ഒറ്റ കണ്ട, ഒരൊറ്റ ഒരാൾ പോലും ദൈവത്തിൻ്റെ രാജ്യമായ ഇസ്രായേലിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഒറ്റ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല, അപ്പാരൻ്റ്ലി അറ്റ്ലീസ്റ്റ്. തുടർന്ന് വായിക്കാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, ഞാൻ യഹോവയുടെ നാമത്തെ തുടർന്ന് തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവം എന്ന് ഇരിക്കട്ടെ, അതിന് ജനമെല്ലാം അത് നല്ല വാക്ക് എന്ന് ഉത്തരം പറഞ്ഞു. ഓക്കെ, ബാൽ എന്ന് പറയുന്ന ദേവൻ നമ്മൾ വിക്കിപീഡിയയിൽ പോയിട്ട് ബേലിന്ന് സെർച്ച് ചെയ്താലേ യു ക്യാൻ സീ ദ പിക്ചർ ഓഫ് എ പേഴ്സൺ ഹോൾഡിങ് എ തണ്ടർ ബോൾട്ട് ഇൻ ഹിസ് ഹാൻഡ്. എന്നുവെച്ചാൽ ഇടിമിന്നലിൻ്റെയും സണ്ണിൻ്റെയും ഫയറിൻ്റെയും ഒക്കെ ഗോഡായിരുന്നു ബാല്. അതുകൊണ്ടാണ് ഏലിയ പറഞ്ഞത്, നിങ്ങൾ കാളേനെയൊക്കെ വെട്ടിക്കൂട്ട്, ഞാനും ചെയ്യാം. ഏത് ദേവനാണോ തീ കൊണ്ട് ഉത്തരം വരലുന്നത്, അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് ഇടിമിന്നൽ തീൻ്റെ ഫോമിൽ വന്ന് ഉത്തരം വരലുന്നത്, ആ ദേവൻ തന്നെ ആവട്ടെ ശരിക്കുള്ള ദൈവം. അപ്പോൾ ആൾക്കാർക്കറിയാം ബാല് ഇതിൻ്റെ തന്നെ ദേവനാണെന്നറിയാം, അല്ലെങ്കിൽ ഇടിമിന്നലിൻ്റെയും തണ്ടറിൻ്റെയും ദൈവമാണെന്ന് അറിയാവുന്നതുകൊണ്ട് ആൾക്കാരെന്ത് പറഞ്ഞു? അവസാനത്തെ ജസ്റ്റ് ഫൈനൽ സെൻറ്റൻസ് മാത്രം, ഇറ്റ് ഇസ് വെൽ സെഡ് എന്ന് പറഞ്ഞു, അല്ലേ? ഇറ്റ് ഇസ് വെൽ സ്പോക്കൺ. മലയാളത്തിൽ വായിക്കാമോ? ഇപ്പോൾ വായിച്ച ലാസ്റ്റ് സെൻറ്റൻസ് മാത്രം, 24ാമത്തെ വാക്യത്തിൻ്റെ അവസാനം. കണ്ട, എല്ലാവർക്കും ആ കാര്യം അറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞത് അത് നല്ല വാക്ക്. ഇതിനേലും നല്ല ടെസ്റ്റ് വേറെ ഇല്ല. ഓക്കെ, ക്യാൻ വി കണ്ടിന്യൂ റീഡിങ് പ്ലീസ്? ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല. തങ്ങൾ ഉണ്ടാക്കിയ ബാലപെട്ടിന് ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിച്ചു. ഉറക്കെ വിളിപ്പിൻ, അവൻ ദേവനല്ലോ, അവൻ ധ്യാനിക്കുകയാകുന്നു, അല്ലെങ്കിൽ വെളിക്ക് പോയിരിക്കുകയാകുന്നു, അല്ലെങ്കിൽ യാത്രയിലാകുന്നു, അല്ലെങ്കിൽ പക്ഷേ ഉറങ്ങുകയാകുന്നു, അവനെ ഉണർത്തണം എന്ന് പറഞ്ഞു. ഓക്കെ, ഈ ഇവരുടെ ബാലനെ വിളിക്കുന്ന രീതി എന്ന് പറയുമ്പോഴേ ഹിസ്റ്റോറിക്കലിയും ബൈബിൾ സ്കോളേഴ്സിൻ്റെ അടുത്താണെങ്കിലും എലൻ വൈറ്റ് എഴുതിയേക്കുന്നതാണെങ്കിലും ഇവർ വിളിക്കുന്ന രീതി വെച്ചാൽ ഇന്ന ഷ്രിൽ മാനറല്ല. ഈ കാട്ടുജാതികളുടെ ഇടയിൽ ഇന്നും നമ്മൾ പോയി അങ്ങനത്തെ രീതിയിൽ വിളിക്കുന്നതാണ് ദൈവമാരെ. ഇങ്ങനെ കേട്ടല്ലോ, അങ്ങനത്തെ വെച്ചാൽ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയം തോന്നും. ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഡിമോണിക് വേയിലാണ് അവർ വിളിക്കുന്നത്. ഇങ്ങനെ വിളിച്ചോണ്ട് ഇവര് തുള്ളി ചാടിക്കൊണ്ടിരിക്കുക, ചാടി 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 ബാലെ ഉത്തരവല്ലേ, ബാലെ ചാടി ചാടിക്കൊണ്ടിരിക്കുക. എന്തൊരു ഒരാളും ഉത്തരം പറഞ്ഞില്ല. തുടർന്ന് വായിക്കാം. അതുകൊണ്ടാണ് അവർ ഉറക്കെ വിളിച്ച് പതിവ് രക്തം ഒഴുകുവോളം വാളുകൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. അവരുടെ രീതി എന്ന് പറയുമ്പോൾ ഇങ്ങനെ മേത്ത് വാളുകൊണ്ടൊക്കെ കുത്തി ചോര വരത്തും. എന്നുവെച്ചാൽ ദൈവത്തിന് അങ്ങനെയെങ്കിലും പ്രീതി വന്നിട്ട് ഉത്തരം വരല എന്നതാണ് അവരുടെ രീതി. അപ്പോൾ ഇത് കാര്യം ആലോചിക്കണം, ഇസ്രായേൽ കംപ്ലീറ്റ് അപ്പോസ്റ്റൈസ് ചെയ്തേക്കുക, എല്ലാവരും വിശ്വാസം ചെയ്തു പോയേക്കുക. അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ ചിന്തിക്കുക, ഓ ഇത് ശരിയാണല്ലോ, ഇതിലെന്തോ ഉണ്ടല്ലോ, ഈ ദേവനെ ആരാധിക്കുന്ന രീതിയിൽ എന്തോ വിഷമുണ്ടല്ലോ എന്ന് അവർക്കും ചിന്തിക്കുക. കൂടാണ്ട് ഈ മൗണ്ട് കാർമൽ അല്ലെ കാർമൽ പർവ്വതത്തിൻ്റെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഇസ്രായേലിലുള്ള എല്ലായിടത്തു നിന്നുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ പൊക്കത്ത് സംഭവിക്കണം എന്താണെന്ന് കാണാൻ പറ്റും. ഒരു സെൻട്രൽ പോയിന്റിലായിരുന്നു. അതിലെ പല
പീക്സിൽ നടക്കണം എന്താണെന്ന് ക്ലിയർ ആയിട്ട് ചുറ്റും കാണാൻ പറ്റും. അതുകൊണ്ടാണ് ആ സ്ഥലം തിരഞ്ഞെടുത്തത്. നമുക്ക് തുടർന്ന് വായിക്കാം. വെളിച്ചപ്പെട്ടുകൊണ്ടിരുന്നു. എന്നിട്ടും ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഉണ്ടായില്ല. അപ്പോൾ ഏലിയാവ് എന്റെ അടുക്കൽ വരുവിൻ എന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവന്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠത്തിൽ നന്നാക്കി ഇസ്രായേൽ എന്ന് പേരാവും എന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്ത് കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗം പീഠം പണിതു. യാഗപീഠത്തിന്റെ ചുറ്റും 2 സംഭവിക്കുകയാണ്. ഈ മലയുടെ പൊക്കത്ത് തന്നെ യഥാർത്ഥമായ ദൈവത്തിന്റെ യഹോവയുടെ യാഗപീഠം പൊട്ടിപ്പൊളിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്തിരിക്കുക. ബാലിന്റെ ആൾക്കാര് ഇത്ര ചാടിയിട്ട് ഒരു ഉത്തരവ് കിട്ടിയില്ല, ചോരയൊക്കെ ഒഴുകുക മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഏരിയ പതുക്കെ നടന്നത്. അപ്പൊ പുള്ളിന്റെ ഓൾട്ടർ അവിടെ എടുത്തു. പുള്ളി പതുക്കെ പഴയ കവലിനെ വീണ്ടും ഓർമ്മിക്കാൻ വേണ്ടി കറക്റ്റ് 12 കല്ലെടുത്ത് വെച്ചിട്ട് ഈ ഓർമ്മനെ പണിയും. വീണ്ടും പഴയ പൊളിഞ്ഞ ഓർഡറിന് പണിത് അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി നിനക്ക് ഇസ്രായേൽ എന്ന് പേരാവ് എന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തോടെ 12 കല്ലെടുത്തു കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. യാഗപീഠത്തിന്റെ ചുറ്റും 2 വിത്ത് വിതപ്പിൻ അതിയായ വിസ്താരത്തിൽ ഒരു തോടുണ്ടാക്കി. പിന്നെ അവർ വിറകടുക്കി കാളയെ ഖണ്ഡമാക്കി വിറകിന്മേൽ വെച്ചു 4 തൊട്ടി വെള്ളം നിറച്ചു. ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴുപ്പിൻ എന്ന് പറഞ്ഞു. 2ാം പ്രാവശ്യം അങ്ങനെ ചെയ്തു എന്നവൻ പറഞ്ഞു. അവർ 2ാം പ്രാവശ്യം ചെയ്തു. അതിന്റെ ശേഷം 3ാം പ്രാവശ്യം അങ്ങനെ ചെയ്യും എന്ന് അവൻ പറഞ്ഞു. അവർ 3 പ്രാവശ്യം ചെയ്തു. വെള്ളം യാഗപീഠത്തിന്റെ ചുറ്റും ഒഴുകി. അവൻ തോട്ടിലും വെള്ളം നിറച്ചു. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തിയെന്നും അബ്രഹാമിന്റെ ഇസാക്കിന്റെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്ന് ഞാൻ നിന്റെ ദാസനെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്നും ഇന്ന് വെളിച്ചപ്പെട്ട് വരട്ടെ. യഹോവ എനിക്ക് ഉത്തരം അരുളണമേ. ഈ ദൈവം തന്നെ യഹോവ നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ച് എന്നെ ഈ ജനം അറിയണത് എനിക്ക് ഉത്തരം അരുളണമേ. നേരത്തെ ഓൾട്ടറിന്റെ ചുറ്റും വലിയൊരു ട്രഞ്ച് കുഴിച്ചു. എന്നിട്ട് ആദ്യം വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കാൻ പറഞ്ഞു. വീണ്ടും വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കാൻ പറഞ്ഞു. വീണ്ടും വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച് മഴയില്ലാത്ത സമയത്താണ് നോക്കണം. ആൾക്കാർക്ക് ദേഷ്യം വന്നതാണ്. അവസാനത്തെ വെള്ളമായിരിക്കും എടുത്താണ് ഒഴിച്ചത്. 3ാമത് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു. അവസാനം നനഞ്ഞ് കുതിർന്ന് എല്ലാം കുതിർന്ന് ആ ട്രഞ്ച് കവഞ്ഞ് ഒഴിക്കും. പക്ഷെ ഇവിടെ ഏരിയ പാർക്കിന്റെ രീതി ശ്രദ്ധിച്ച ബാലന്റെ ദൈവങ്ങളെ വിളിക്കുമ്പോ അവർ എങ്ങനെയോ ദൂരെയുള്ള ഏതോ ദൈവത്തിനെ വിളിക്കുന്ന ഒച്ചപ്പാടും ബഹളവും ചാട്ടവും വിളിയും ചോരത്തിലും ഒക്കെയാണ്. പക്ഷെ ദൈവത്തിനെ വിളിച്ചപ്പോ കണ്ട യഹോവനെ വിളിച്ചപ്പോ അബ്രഹാമിന്റെ ഇസാക്കിന്റെ സ്പീക്കിംഗ് ആസ് ഇഫ് ഹി സ്പീക്കിംഗ് ടു എ ക്ലോസ് ഫ്രണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന ക്ലോസ്നെസ് എല്ലാവരും കണ്ടോണ്ടിരിക്കുക. ഞാൻ ഇതിന്റെ പ്രോഫിറ്റ് അറിയിക്കാൻ വേണ്ടി പറഞ്ഞു. തുടർന്ന് നീ ദൈവം തന്നെ യഹോവേ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ച് ഇന്ന് ഈ ജനം അറിയണത് എനിക്ക് ഉത്തരം വേണം എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാവും വിറകും മണ്ണും ദഹിപ്പിച്ചു. തോട്ടിലെ വെള്ളവും വറ്റിച്ചു. ജനമെല്ലാം അത് കണ്ട് കവിണ്ണി വീണ് യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. ഏലിയ പ്രാർത്ഥിച്ച് കഴിഞ്ഞതും ഹെവനിൽ അല്ലെങ്കിൽ ആകാശത്തിൽ നിന്ന് ബ്രില്യന്റ് ഫ്ലാഷസോടുകൂടി ഒരു പില്ലർ ഓഫ് ഫയർ താഴത്തേക്ക് ഇറങ്ങി യാഗവും കല്ലും വെള്ളവും മണ്ണും എല്ലാം ചാമ്പലാക്കി, ഒന്നും ബാക്കിയില്ലാണ്ടാക്കി. അത്ര പവർഫുൾ ആയിരുന്നു എല്ലാവരും കണ്ടിട്ട് എല്ലാ നാടുകളും കാണാം. ഒരു വലിയൊരു പില്ലർ ഓഫ് ഫയർ വന്നിട്ട് എല്ലാം കത്തി ചാമ്പലാക്കുന്നത്. ഇത് കണ്ടതും ആൾക്കാർ എന്ത് പറ്റി? തുടക്കത്തിൽ എത്ര പേരുണ്ടായിരുന്നു ദൈവത്തിൻ്റെ കൂടെ? ഒരൊറ്റ കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞവും എല്ലാവരും കമന്ന് വീട് പറഞ്ഞു യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം. എന്തൊരു ഇവാഞ്ചലിസം. Elijah became a legend in the land of Israel and in the land of Judah. ഇലൈജ എന്ന് പറഞ്ഞ പ്രോഫറ്റ് കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളൂ എന്നാണ് അവർ വിചാരിച്ചത്. അത്രയ്ക്കും പോപ്പുലാരിറ്റി വന്നു. പുള്ളിനെ സ്വർഗത്തിൽ എടുക്കുകയും കൂടെ ചെയ്തതോടെ കഴിഞ്ഞ്. യഹൂദന്മാർക്ക് ഇലൈജ അല്ലെങ്കിൽ ഏലിയ എന്ന് വെച്ചാൽ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള പ്രോഫിറ്റാണ്.
ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് മലാക്കിയുടെ പുസ്തകത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ ഏറ്റവും അവസാനം 5-6 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നത്. എന്ന് പറയുമ്പോൾ പഴയ നിയമ പുസ്തകങ്ങൾ ക്ലോസ് ചെയ്യുന്ന വാക്കുകളാണിത്. യഹൂദന്മാരുടെ സ്ക്രിപ്ചറിൻ്റെ ഏറ്റവും അവസാനത്തിൽ എഴുതിയേക്കുവാണ്, ബിഹോൾഡ് ഐ വിൽ സെൻഡ് യു Elijah the prophet before the coming of the great and dreadful day of the Lord. And he shall turn the heart of the fathers to the children, and the heart of the children to their fathers, lest I come and smite the earth with a curse. യഹൂദന്മാർക്ക് ഇത്രയ്ക്ക് കൺഫ്യൂഷൻ വന്ന വേറെ വാക്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. They all expected Elijah to come back again. അവരെല്ലാവരും വിചാരിച്ച എലൈജ വീണ്ടും റീഇൻകാർണേറ്റ് ചെയ്ത് ഇവരുടെ ആൾക്കാരെ നന്നാക്കാൻ വേണ്ടി വരുന്ന വിചാരിച്ച്. പക്ഷെ എന്ത് തോന്നുന്നത്, എന്തായിരുന്നു ഈ പ്രൊഫസിയുടെ ഫുൾഫിൽമെൻറ്റ്? യേശു ക്രിസ്തുവിൻ്റെ ഓക്കെ ജനനത്തിന് മുമ്പ് ഇലൈജ വരണം എന്ന് പറഞ്ഞില്ല. അപ്പോൾ ആരായിരിക്കാം? എല്ലാവർക്കും അറിയാം അല്ലേ, ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആയിരുന്നു അല്ലേ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ ഇതിൽ? ഇല്ല. യേശു തന്നെ പറയുന്നുണ്ട്, അതും കൂടി ഞാൻ വായിച്ചേപ്പിക്കാം. മാത്യു ചാപ്റ്റർ 11 13-14 വേഴ്സസിൽ എല്ലാം എടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ വായിക്കാം. For all the prophets and the law prophesied unto John, and if ye will receive it, this is Elias, which was for to come. യേശു തന്നെ പറഞ്ഞു, എല്ലാ പ്രവചനവും യോഹന്നാൻ വരെ പ്രവചിച്ചു, നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ ഇത് തന്നെയാണ് ആര്? ഏലിയ. പക്ഷെ ആ പ്രവചനം കംപ്ലീറ്റ് പൂർത്തിയായോ? Do you think that John the Baptist came before the great and dreadful day of the Lord? No. എപ്പോഴായിരിക്കും ഗ്രേറ്റ് ആൻഡ് ഡ്രെഡ്ഫുൾ ഡേ ഓഫ് ദ ലോർഡ്? സെക്കൻഡ് കമ്മിങ് ആണ്. അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ എലൈജ സെക്കൻഡ് കമ്മിങ്ങിന് മുമ്പ്? യേശുക്രിസ്തു വരാൻ പോവാണ്. യേശുക്രിസ്തുവിന് മുമ്പ് ഒരു ഏലിയ വരുന്നതാണ് സെക്കൻഡ് കമ്മിങ്ങിന് മുമ്പ്. എന്നുവെച്ചാൽ അതിൽ പ്രത്യേകം പറയുന്നുണ്ട് ബിഫോർ ദ ഗ്രേറ്റ് ആൻഡ് ഡ്രെഡ്ഫുൾ ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരാണ്? ഒരാൾ ഉത്തരം പറഞ്ഞു, ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ്, ഒരു കണ്ണാടി വെച്ചാൽ ഞാനുമാണ് ഇലൈജ, ഞാനും നിങ്ങളുമാണ് this Elijah who is going to turn the hearts of the children to their fathers and the hearts of the fathers to their children. ആ എലൈജ ഞാനും നിങ്ങൾ തന്നെയാണ്. പക്ഷെ അത് പെട്ടെന്ന് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഞാനൊന്ന് ഐ ഗിവ് യു എ ഫ്യൂ റീസൺസ് ഫോർ ദാറ്റ്. നമുക്കൊരു വാക്യം വായിക്കാം. അതിന് മുമ്പായിട്ടൊരു ക്വസ്റ്റ്യൻ. ഏലിയാവ് പരസ്യ ശുശ്രൂഷ ആരംഭിച്ച എപ്പോഴാണ് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ 3.5 വർഷത്തെ മഴയില്ലാത്ത കാലത്തിന് ശേഷമാണ് ഏലിയാവ് പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത്. അതിനുമുമ്പ് ജസ്റ്റ് ഇത് പ്രവചിച്ചിട്ട് ഏലിയാവ് അങ്ങ് പോയി അല്ലേ? നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം വായിക്കും, അതാണ് നമുക്ക് പിടികിട്ടുന്നത്. 3.5 വർഷത്തെ മഴയില്ലാത്ത കാലം. 3.5 വർഷം നമുക്ക് കിട്ടിയത് യാക്കോബ് അല്ലെങ്കിൽ ജെയിംസിൻ്റെ പുസ്തകത്തിൻ്റെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് 3.5 വർഷമാണെന്ന് പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ പറയുന്നില്ലെങ്കിലും 3.5 വർഷം എന്ന് പറയുമ്പോൾ എത്ര ദിവസമാണ്? ബിബ്ലിക്കൽ ഇതിൽ 3.5 വർഷം, ഒരു വർഷം 360 ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ 3.5 വർഷം എത്ര കൊല്ലമാണ്? ഈ നമ്പർ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? 1260. ഡാനിയലിൽ കേട്ടിട്ടുണ്ട്, റെവലേഷനിൽ കേട്ടിട്ടുണ്ട്. അത് എന്തിനെ സൂചിപ്പിക്കുന്ന നമ്പറായിരുന്നു? ദ ഡാർക്ക് ഏജസ് ഫ്രം 538 AD ടു 1798 AD-നെയാണ് നമ്മൾ 1260 അല്ലെങ്കിൽ 1260 വർഷം എന്ന് വർഷങ്ങളായിട്ട് പഠിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ അവസാനത്തെ ഏലിയാവും ഇതുപോലത്തെ ഒരു 3 വർഷത്തെ ഡ്രൗട്ട് അല്ലെങ്കിൽ സ്പിരിച്വൽ ഡ്രൗട്ടിന് ശേഷം വരുന്ന ആളായിരിക്കുമോ? എന്ത് തോന്നുന്നു? അതുകൂടാണ്ട് ഏലിയാവ് എവിടെയായിരുന്നു 3.5 വർഷം? മരുഭൂമിയിലല്ലേ? ആദ്യം ഒരു ബ്രൂക്കിൻ്റെ അടുത്തായിരുന്നു, പിന്നെ ആ ബ്രൂക്ക് പറ്റിപ്പോയപ്പോഴത്തേക്കും വിധവയുടെ അടുത്ത് പോയി. പക്ഷെ എല്ലാം എവിടെയായിരുന്നു? ദൈവം ഏലിയാവിനെ മരുഭൂമിയിൽ വെച്ച് പോറ്റി. ഇനി നമുക്ക് റെവലേഷനിൽ ഒരു വാക്യം വായിക്കാം. Revelation chapter 12
വേഴ്സസ് 5 and 6. വെളിപാടിൻ്റെ പുസ്തകം 12-ാമത്തെ അധ്യായം 5-6 വാക്യം വായിക്കാം. വായിക്കാവോ? ആഹാ ആ ആഹാ ആഹാ 1260 60. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള അല്ലേ? യഥാർത്ഥമായ സഭയുടെ വരവിനെ കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ പറയുമ്പോൾ എഴുതിയേക്കുവാണ്. അന്ന് ഏലിയാവ് 3.5 വർഷത്തിന് ശേഷമാണ് ശുശ്രൂഷ ആരംഭിച്ചത്. അവസാനത്തെ ഏലിയാവ് എപ്പോഴായിരിക്കും? വേറൊരു സ്പിരിച്വൽ റൗണ്ടായ 1260 വർഷത്തിന് ശേഷമാണ് പൊങ്ങി വരുന്നതാണ്. അതാണ് ഫസ്റ്റ് റീസൺ. എന്തുകൊണ്ടാണ് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ ഒരു ഭാഗം പെട്ടെന്ന് നോക്കാം. ഈ വെളിപാട് പുസ്തകം 11-ാമത്തെ അധ്യായത്തിന്റെ 3 മുതൽ 6 വരെ വായിക്കും. വെളിപാട് പുസ്തകം 11-ാമത്തെ അധ്യായം 3 മുതൽ 6 വരെ. ആഹാ 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 വീണ്ടും ഡാർക്ക് ഏജിനെ കുറിച്ച് പറയുകയാണ്. തുടർന്ന് വായിക്കാം. ആഹാ ഓക്കെ 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 ആഹാ കണ്ടോ? അന്ന് ഏലിയ മഴ പെയ്യാണ്ടിരിക്കാൻ പ്രവചിക്കാൻ കഴിവുണ്ടായിരുന്നു. ഈ 1260 വർഷത്തിൻ്റെ കാലത്തെ കുറിച്ച് സഭയെ കുറിച്ച് എന്താ പറയണത്? ആ ഇവൻസിനെ കുറിച്ച് പറയുമ്പോൾ എന്താ? മഴ പെയ്യാണ്ടിരിക്കാൻ ആകാശം അടച്ചു കളയാനുള്ള എന്തൊരു കണക്ഷനാണ്. ബൈബിൾ ഇസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് വി ആർ പ്രിവിലേജ്ഡ് ടു റീഡ് ഇറ്റ്. കണക്ട് ചെയ്ത് വരുമ്പോൾ ഒരു സംശയമില്ല. 1260 വർഷം ഏലിയാവ് മരുഭൂമിയിലായിരുന്നു, ദൈവം പോറ്റി. അന്ത്യകാല സഭയും ഇതുപോലെ തന്നെ 1260 വർഷം സ്പിരിച്വൽ റൗട്ടിൽ ദൈവം പോറ്റിയിട്ട് അതിനുശേഷം പൊങ്ങി വന്നു. അടുത്ത പോയിന്റ് നോക്കാം. ആരായിരുന്നു ശരിക്കും ആഹാബിൻ്റെ കാലത്ത് ഇസ്രായേൽ ഭരിച്ചിരുന്നത്? ആഹാബായിരുന്നു രാജാവെന്നറിയാം. പക്ഷെ ആരായിരുന്നു? ഇറ്റ് വാസ് ജെസബെൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ അവസാനത്തെ ഏലിയാവിൻ്റെ സ്പിരിച്വൽ റൗട്ടിൻ്റെ സമയത്തും വിൽ എ വുമൺ ഓർ വിൽ ജെസബെൽ റൂൾ ഓവർ ദ കിങ്? അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ലെറ്റ്സ് ടേൺ അവർ ബൈബിൾസ് ടു Revelation chapter 17 verses 18. അത്രേ ഉള്ളൂ. Revelation chapter 17 verse 9 കൂടെ വായിക്കാവോ? ഇവിടെ ജ്ഞാന ബുദ്ധി ഉണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ റെവലേഷൻ്റെ 17-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഈ സ്ത്രീനെ കുറിച്ച് എന്താ പറയുന്നത്? ഭൂരാജാക്കന്മാരുടെ മേളിൽ അധികാരമുള്ള ഒരു സ്ത്രീയാണ് ഈ സ്ത്രീ. ആ ഐഡൻറ്റിഫൈ വളരെ എളുപ്പമാണ്. ഈ സ്ത്രീ ഇരിക്കുന്നത് 7 മലകളുടെ മുഖത്താണ്. ദ സിറ്റി ഓഫ് 7 ഹിൽസ്. ഇറ്റ്സ് എ റോമൻ ചർച്ച്. ഒരു വാക്യം കൂടെ വായിക്കും. വെളിപാടിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിന് 20. എന്ന് വെച്ചാൽ ജെസബേലിന് ദൈവം ഈ സഭയെ വിളിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അന്ന് ഡാർക്ക് ഏജസിൻ്റെ മേളിൽ രാജാക്കന്മാരിൽ അധികാരം വെച്ച സ്ത്രീനെ ജെസബേലിന് ദൈവം വിളിക്കുന്നുണ്ടോ എന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വെളിപാടിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. ആഹാ എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഈ ഇസബേൽ എന്ന സ്ത്രീയെ നീ എന്നൊരു കുറ്റം നിനക്ക് നിന്നെ കുറിച്ച് പറയാനുണ്ട്. വെളിപാട് പുസ്തകത്തിന്റെ 2-3 അധ്യായങ്ങൾ പല കാലഘട്ടത്തിലെ ക്രിസ്ത്യൻ സഭയെ കുറിച്ചാണ് പറയുന്നത്. 7 സഭകളെ. അതിലെ ഡാർക്ക് ഏജസിന്റെ പീരിയഡിലെ സഭയെ കുറിച്ച് പറയുമ്പോൾ എന്താ? നീ ജെസബേൽ എന്ന സ്ത്രീയെ അനുവദിക്കുന്നതാണ് നിന്റെ കുറ്റം. സെക്കൻഡ് പോയിന്റ് ഇതായിരുന്നു. മൂന്നാമത്തെ
അന്നത്തെ കാലഘട്ടത്തിൽ ഏലിയ പ്രവാചകൻ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ എല്ലാ ഇസ്രായേലിലെ ആൾക്കാരും തന്നെ വിശ്വാസ ത്യാഗത്തിൽ കിടക്കുമായിരുന്നു. എല്ലാവരും വിശ്വാസം വിട്ട് ബാലിൻ്റെ പുറയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ അന്ത്യകാലത്തെ വരാൻ പോണ ഏലിയാവ് വരുന്ന സമയത്തും അതുപോലെ ആയിരിക്കുമോ കാലം എന്നാണ് ചോദ്യം. എന്തു തോന്നുന്നു? നമ്മുടെ സഭ ഇപ്പോൾ ഇരിക്കുന്ന കാലഘട്ടവും അന്നത്തെ ഏലിയാവിൻ്റെ കാലഘട്ടവും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റി തോന്നുന്നുണ്ടോ? ഞാൻ ഈയിടയ്ക്ക് ഒരു കണ്ടേ എന്ന് പറയുമ്പോൾ ഒരു പാസ്റ്റർ ജോ റൈറ്റ് എന്ന് പറഞ്ഞൊരു പാസ്റ്റർ കാൻസസ് ഹൗസിൻ്റെ ഒരു ലെജിസ്ലേച്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിച്ച, അപ്പോൾ പുള്ളി പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ ചില എക്സെപ്റ്റ്സ് ഞാനങ്ങ് എടുത്തു വെച്ച് അത്ര രസമായിട്ട് തോന്നി. അപ്പോൾ അതിൽ എഴുതിയേക്കുക, ഇന്നത്തെ ലോകത്തിൻ്റെ കണ്ടീഷനെ കുറിച്ചാണ് ഈ പാസ്റ്റർ പുള്ളി പറയുകയാണ്, we confess that we have ridiculed the absolute truth of your word and called it moral pluralism. എന്നുവെച്ചാൽ ശരിക്കുള്ള വചനത്തിൻ്റെ ഇല്ല, there is a moral pluralism. നമുക്ക് പല സത്യങ്ങളും പല ശരിയായ വഴികളും ഉണ്ട്. We have worshipped other gods and called culturalism. We have endorsed perversion എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഞാൻ അറിയാം and homosexuality and called it alternative lifestyle. We have killed our unborn and called it choice. We have neglected to discipline our children and called it building esteem. We have polluted the air with vanity and pornography and called it freedom of expression. ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഈ കാണുന്ന ഈ ചെറിയ കൂട്ടം ആൾക്കാരല്ലാണ്ട് എവിടെ നോക്കിയാലും വിശ്വാസത്യാഗം അല്ലെങ്കിൽ ശരിയായ ദൈവത്തിൽ നിന്ന് മാറിയ വിശ്വാസം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകത്തിന് 14-ാമത്തെ അധ്യായത്തിൻ്റെത് 6-ാമത്തെ വാക്യത്തിൽ പറയണത്, 3 ദൂതന്മാർ ആകാശത്ത് നിന്ന് വരുന്നു. ഫിയർ ഗോഡ്, ഞാൻ ദൈവത്തെ ഭയക്കുന്നില്ല. ഹു ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത് ആൻഡ് ദ സ്ട്രീംസ് ഓഫ് വാട്ടർ ആൻഡ് എവറിത്തിങ് ദാറ്റ് ഇസ് ഇൻ ഇറ്റ്. ആകാശവും ഭൂമി നീരുറവുകളും സമുദ്രങ്ങളും സൃഷ്ടിച്ച ദൈവത്തെ ഭയപ്പെടുവിൻ അല്ലെങ്കിൽ നമസ്കരിപ്പിൻ, അവൻ്റെ വിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ഈ മെസ്സേജാണ് അന്ന് ഏലിയാവ് കൊടുത്തത്, ഇന്ന് നമ്മളും കൊടുക്കുന്നത് ഇതേ ദൂതാണ്. ഇതാണ് 3-ാമത്തെ കമ്പാരിസൺ. 4-ാമത്തെ കാര്യം വളരെ ഈസിയാണ്. ഏലിയാവ് എവിടെയാണ് അടക്കിയെന്ന് അറിയോ? ജീവനോട് പോയി. അന്ത്യകാലത്തെ സഭ എങ്ങനെയാ? അതാണ് 4-ാമത്. വളരെ ഈസി കമ്പാരിസണാണ്. അന്ന് ഏലിയാവിനെ സ്വർഗത്തിലേക്ക് ഉടലോടെ എടുത്തു, അവസാനത്തെ ഏലിയാവിനെയും ഉടലോടെ സ്വർഗത്തിലേക്ക് എടുത്തു. 5-ാമത്തെ പോയിന്റ്, ആകെ 7 പോയിന്റുകൾ, ബാക്കി ക്വിക്കായിട്ട് പോകും. ഏലിയ വിട്ട ഡ്രസ്സ് എന്താണെന്ന് പറയാമോ? ഒന്ന് ഞാൻ വായിച്ചു വായിക്കാം. 2 Kings chapter 1 verse 8 ഇങ്ങനെ പറഞ്ഞു, he was a hairy man. എന്ന് വെച്ചാൽ നിറച്ച് രോമമുള്ള ആളെന്നല്ല, നല്ല രോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച ആളായിരുന്നു. ആൻഡ് girt with a girdle of leather about his loins. എന്ന് വെച്ചാൽ ലെതറിൻ്റെ ബെൽറ്റ് ആയിരുന്നു അരയിൽ കെട്ടിയിരുന്നത്. യോഹന്നാൻ സ്നാപകൻ്റെ ഡ്രസ്സിനെ കുറിച്ച് നോക്കുമ്പോൾ എന്താണ്? ജോൺ വാസ് ക്ലോത്ത് വിത്ത് ക്യാമൽസ് ഹെയർ ആൻഡ് എ ഗേർഡിൽ ഓഫ് സ്കിൻ അബൌട്ട് ഹിസ് ലോയിൻസ്. എന്ന് പറഞ്ഞാൽ യോഹന്നാൻ അതേ വസ്ത്രത്തിലായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ രാജാക്കന്മാരും ആൾക്കാരൊക്കെ ഭയങ്കര ഡ്രസ്സിങ് ആയിരുന്നു. ഓർണമെൻറ്റ്സ് ഇടുക, ഫ്ലോയിങ് റോബ്സ് ഇടുക, കളർഫുൾ ഡ്രസ്സ് ഇടുക, ഭയങ്കര ഗ്ലിറ്ററിങ് ഡ്രസ്സ്. ആ കാലഘട്ടത്തിലാണ് യോഹന്നാനൊക്കെ വന്നിട്ട് വളരെ സിമ്പിൾ ഡ്രസ്സിങ്, ക്യാമലിൻ്റെ ക്ലോത്തും സിമ്പിൾ ബെൽറ്റും ഒക്കെ. ഇവരുടെ ഫുഡിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? യോഹന്നാൻ സ്നാപകൻ കഴിച്ച ഫുഡ് എന്തായിരുന്നു? തേനും കാട്ടുതേനും വെട്ടിക്കിളിയും. എല്ലാ ബൈബിൾ സ്കോളേഴ്സിനും അറിയാവുന്ന കാര്യമാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മരമാണ് ലോക്കസ്റ്റ് എന്ന് പറഞ്ഞാൽ. ലോക്കസ്റ്റും ഉണ്ട്, ലോക്കസ്റ്റ് ട്രീയും ഉണ്ട്. അതിൻ്റെ അകത്തൊരു പോടുണ്ട്, നമുക്ക് കഴിക്കാൻ പറ്റും, ഒരു കായ കഴിക്കാൻ പറ്റും. അല്ലാണ്ട് ലോക്കസ്റ്റിന് വേണ്ടി കാത്തിരുന്ന യോഹന്നാൻ അവിടെ വിശന്ന് പട്ടിണി എടുക്കത്തേ ഉള്ളൂ. വെട്ടുകിളി വരാൻ വേണ്ടി കാത്തിരിക്കണം. അല്ല, അതവിടെ സുലഭമായിട്ടുണ്ടായിരുന്ന. എലൻ വൈറ്റും ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, യോഹന്നാൻ സ്നാപകൻ John separated himself from friends and from the luxuries of life, dwelling alone in the wilderness and subsisting upon a purely vegetable diet. എലൻ വൈറ്റ് പറയുന്നതാണ്, ഞാൻ പറഞ്ഞതല്ല. His diet purely vegetable of locusts and wild rebuked the indulgence of appetite and the gluttony that prevailed.
സിംപ്ലിസിറ്റി ഇൻ ഡ്രസ്സിനെയും സിംപ്ലിസിറ്റി ഇൻ ഡയറ്റിനെയും എന്താണ് നമ്മൾ കോമൺ ആയിട്ട് പറയാൻ പറ്റുന്നത്? ഒറ്റ വാക്കിൽ പറയാൻ പറ്റുമോ? എന്നുവെച്ചാൽ എല്ലാ കാര്യത്തിലും സിമ്പിളാണ്, അധികം ഓവറാക്കത്തില്ല ഒന്നും. കോമൺ ആയിട്ട് എന്ത് ടേം യൂസ് ചെയ്യാൻ പറ്റും? മിതത്വം, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ ടെമ്പറൻസ്. വിച്ച് ചർച്ച് ഇൻ ദ വേൾഡ് preaches temperance? Only Adventist Church. Only Adventist Church. നമുക്ക് മാത്രമല്ല, ടെമ്പറൻസ് കോൺടെസ്റ്റ്, മിനിസ്ട്രീസ്, ടെമ്പറൻസ്, ദാറ്റ്, ദിസ്, എവറിത്തിങ് എല്ലാം ടെമ്പറൻസ് വെച്ചിട്ടാണ്. ചീത്തയ കാര്യങ്ങൾ ത്യജിക്കുക, നല്ലതാണെങ്കിലും മിതത്വത്തോട് ഉപയോഗിക്കുക. നമ്മുടെ സഭ അത്ര സിംപ്ലിസിറ്റി ഇൻ ഡ്രസ്, വെജിറ്റേറിയൻ ഡയറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഏക സഭ. ഓക്കെ, അതാണ് അടുത്ത പോയിന്റ്. ലാസ്റ്റ് 2 സിമ്പിൾ കമ്പാരിസൺസിലേക്ക് പോകാം. അന്നത്തെ കാലഘട്ടത്തിൽ ഏലിയാവ് ചെയ്ത ഒരു പ്രവൃത്തിയുണ്ട്. എന്തായിരുന്നു? പൊട്ടിക്കളഞ്ഞ ഓൾട്ടറിനെ പിടിച്ച് വീണ്ടും പണിതുയർത്തി. ഇതിൻ്റെ കമ്പാരിസൺ ചെയ്യുന്ന ഒരു വേറൊരു വാക്യം ബൈബിളിൽ പറയുന്നുണ്ട്. ഏഷ്യാവിൻ്റെ പുസ്തകം 58-ാമത്തെ അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ. ദ ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 58 വേഴ്സസ് 12 and 13. ഏഷ്യാവിൻ്റെ പ്രവചനം 58-ാമത്തെ അധ്യായം 12-13 വാക്യം. ഏഷ്യ. ഏഷ്യാവ് 58-ന്റെ നിങ്ങൾ ഏത് ഭാഷയിൽ വേണമെങ്കിൽ വായിക്കാം, കുഴപ്പമൊന്നുമില്ല. Those from among you shall build the old waste places. You shall raise up the foundation of many generations. You shall be called the repairer of the what? The breach. Okay. Okay, the restorer of streets to dwell. അന്ന് ഏലിയാവ് പൊട്ടിപ്പൊളിഞ്ഞ ഓൾട്ടറിനെ വീണ്ടും പണിതുയർത്തി. ഓൾഡ് ഫൗണ്ടേഷൻസിനെ വീണ്ടും പുള്ളി പണിതുയർത്തി. മറന്നുപോയ വിശ്വാസത്തെ വീണ്ടും ഏലിയാവ് പടുത്തുയർത്തി. അവസാന കാലഘട്ടത്തിൽ ഇതേ സംഭവം സംഭവിക്കുന്നതാണ് ഏഷ്യ പറയുന്നത്. പക്ഷേ ഇത് ആരാ ചെയ്യുന്നതെന്നുള്ളതിൻ്റെയാണ്. അടുത്ത വാക്യം വായിക്കുമ്പോൾ പിടി കിട്ടും. ഇവിടെ എന്ത് പുരാതന ശൂന്യപ്രദേശങ്ങളെ പടുത്തുയർത്തുന്നാണ് വരുന്നത് ഏഷ്യാവ്? സാബത്ത് വർഷിപ്പ്. അതുകൊണ്ടാണ് കണക്ട് ചെയ്ത് വരിക. പുള്ളി പറയാം, മറന്നുപോയ, തലമുറകളായിട്ട് മറന്നുപോയ, പൊട്ടിപ്പൊളഞ്ഞു കിടക്കണ ആ ഫൗണ്ടേഷൻസിനെ വീണ്ടും റേസ് ചെയ്യും. എന്നിട്ട് പറഞ്ഞു വരുവാണ്, നീ സാബത്തിനെ കീപ്പ് ചെയ്യുവാണെങ്കിൽ യു ഷാൽ റൈഡ് അപ്പോൺ ദ ഹൈ പ്ലേസസ് ഓഫ് ദി എർത്ത്. അത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. ഇപ്പം നേരത്തെ അങ്കിൾ പറഞ്ഞു ജേക്കബ് സിൽവർ മെഡലിസ്റ്റ് ആയിരുന്നു യൂണിവേഴ്സിറ്റിയിൽ. ബട്ട് ഐ തിങ്ക് ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ സാബത്ത് വർഷിപ്പ്, ബിക്കോസ് ഐ വാസ് എ ലാസ്റ്റ് ഇൻ മൈ ക്ലാസ് വെൻ ഐ വാസ് ഇൻ മൈ 12th. സി, ആരൊക്കെ സാബത്ത് ശരിക്കും കീപ്പ് ചെയ്യുന്നോ, ദേ വിൽ റൈഡ് അപ്പോൺ ദ ഹൈ പ്ലേസസ് ഓഫ് ദി എർത്ത്. കുറച്ചുകൂടെ കീപ്പ് ചെയ്താൽ ഫസ്റ്റ് ആയിരുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു സംഭവിച്ചത്. ആൻഡ് ഫൈനൽ പോയിന്റ്, ഏലിയാവ് പാലസ്തീൻ എന്ന് പറഞ്ഞൊരു ചെറിയ രാജ്യത്തിലാണ് പ്രസംഗിച്ചത്. പക്ഷെ രണ്ടാമത്തെ വരവിന് മുമ്പ്, അല്ലയോ യേശുവിൻ്റെ ഒന്നാമത്തെ വരവിന് യോഹന്നാൻ ചെറിയൊരു ഇസ്രായേലിൽ മാത്രം പ്രസംഗിച്ചാൽ മതിയായിരുന്നു. പക്ഷെ രണ്ടാമത്തെ വരവിന് മുമ്പ് എത്ര പേരെ ഒരുക്കണം? സർവ്വലോകത്തിനെയും ഒരുക്കണം. സകല ജാതികളിലും വംശത്തിലും ഈ ദൂത് ചെന്നാൽ മാത്രമേ അവർക്ക് രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇതൊരു റീജിയണൽ ആയിട്ടുള്ള ഒരു ഡിനോമിനേഷൻ ഈ ഏലിയാവ് ആവാൻ പറ്റുമോ? ക്യാൻ ഇസ്ലാം ബി ഇലൈജ? നോ, അത് ക്രിസ്ത്യാനിറ്റി ആയിട്ടേ ബന്ധമില്ല. ക്യാൻ ദ മർത്തോമ ചർച്ച് ബി ദി ഇലൈജ? നോ, അത് വളരെ റീജിയണൽ. അമേരിക്കയിൽ ഇപ്പോൾ ഉണ്ടെന്ന് ഞാൻ കേട്ടു, അത്യാവശ്യം തന്നെ മലയാളി സഭകൾ മാത്രം. ക്യാൻ ദ CSI ചർച്ച് ബി ദി ഇലൈജ? നോ. ക്യാൻ ദി ഓർത്തഡോക്സ് ചർച്ച് ബി ദി ഇലൈജ? Never. What about Pentecostal Baptist? No. He is very right. ആകെ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ it has to be the Catholic Church or it has to be the Seventh-day Adventist Church which has
presence in 215 countries. രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ നമ്മൾ കത്തോലിക്ക സഭയുടെ ഭാഗമായിക്കണം. എനിക്കിപ്പോഴും അതിൽ ഇപ്പോഴും എൻ്റെ മെമ്പർഷിപ്പ് അവർ കട്ട് ചെയ്തിട്ടില്ല. എന്താണെന്നറിയില്ല, പണ്ടത്തെ പോലെ അവർ അത്രയ്ക്കും സ്ട്രിക്റ്റ് അല്ലെന്ന് തോന്നുന്നു. സെവൻത് ഡേ സഭയിൽ ചേർന്നിട്ടും അവരിപ്പോഴും മെമ്പർഷിപ്പ് അവിടെ വെച്ചുകൊണ്ടിരിക്കുക, ഈ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ അവിടെ പോകാറില്ല. ഒന്നെങ്കിൽ ഇത് കത്തോലിക്ക സഭയായിരിക്കണം, അതെന്തായാലും അല്ലാതെ നമുക്കറിയാം. എന്നുവെച്ചാൽ ബാക്കി പറഞ്ഞ സയൻസ് ഒന്നും അവരായിട്ടൊരു യോജിപ്പില്ല. അവരാണ് ആ സ്കാർലറ്റ്, ഹാർലറ്റ്, മദർ ഓഫ് ഹാർലറ്റ്സും ജെസബലും ഒക്കെ. അപ്പോൾ പിന്നെ അതെന്തായാലും അവർ. അപ്പോൾ ആകെ ഓപ്ഷൻ ആരാ? ഞാനും നിങ്ങളും മാത്രമേ ആവാൻ പറ്റുള്ളൂ. നമുക്ക് ജസ്റ്റ് പോയിന്റ്സിന് ഒരു പ്രാവശ്യം റിവൈസ് ചെയ്യാം, ജസ്റ്റ് സോ ദാറ്റ് ഇറ്റ് റിമെയിൻസ് ഇൻ അവർ മൈൻഡ്സ്. ഓക്കെ, ദ ഫസ്റ്റ് പോയിന്റ് വാസ് അവസാനത്തെ ഏലിയാവും 1260 വർഷത്തെ സ്പിരിച്വൽ ഡ്രൗട്ടിന് ശേഷം പൊങ്ങി വരുന്നതാണ്. അവസാനത്തെ ഏലിയാവ് സ്പിരിച്വൽ ഡൗട്ടിൻ്റെ സമയം ദൈവം പോറ്റും വിൽഡർനെസ്സിൽ. അതുകൊണ്ടാണ് റെവലേഷൻ്റെ ചാപ്റ്റർ 12 വേഴ്സ് 6 പറയണത്, സ്ത്രീ മരുഭൂമിയിലേക്ക് പോയി, മരുഭൂമിയിൽ ദൈവം അവളെ പോറ്റി, 1260 വർഷം പോറ്റി. റേളിവാളിൽ തന്നെ പറയുന്നുണ്ട്, മഴ പെയ്യാണ്ടിരിക്കാൻ പറയാനുള്ള ശക്തിയും ഈ 1260 വർഷം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ സമയത്തെ ഒരു ഇവൻ്റ് ആയിരുന്നു. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ഒരു സ്ത്രീ ആയിരിക്കും ഈ 1260 വർഷത്തെ ഡാർക്ക് ഏജിൻ്റെ സമയത്ത് രാജാവിൻ്റെ ഒക്കത്ത് റൂൾ ചെയ്യണത്. ജെസബേൽ അന്ന് ആഹാബിൻ്റെ ഒക്കത്ത് റൂൾ ചെയ്തു. വെളിപാടിൽ കത്തോലിക്ക സഭേനെ ജെസബേൽ എന്ന് വിളിക്കുന്നു. വെളിപാടിന് തന്നെ പിന്നീട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, ഈ സ്ത്രീ രാജാക്കന്മാരുടെ മേൽ അധികാരം ചെലുത്തി. ആൻഡ് ദ സ്ത്രീ സിറ്റസ് അപ്പോൺ, രണ്ടിനെയും കൂടെ മിക്സ് ആയി പോയല്ലേ, അപ്പോൺ 7 hills. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, അന്നത്തെ കാലത്ത് വൈഡ് സ്പ്രെഡ് അപ്പോസ്റ്റസി ആയിരുന്നു. അവസാനത്തെ ഏലിയാവ് വരുന്ന സമയത്തും വൈഡ് സ്പ്രെഡ് അപ്പോസ്റ്റസി ആയിരിക്കും. എല്ലാവർക്കും ആർക്കും ശരിയായ വിശ്വാസമില്ല. അപ്പോൾ ഒരു ചെറിയ കൂട്ടർ 3 angels മെസ്സേജ് കൊണ്ടുവരും. നാലാമത്തെ പോയിന്റ്, അന്നത്തെ ഏലിയാവും യോഹന്നാൻ സ്നാപകനും സിംപ്ലിസിറ്റി ഇൻ ഡ്രസ് ആൻഡ് എ ഡയറ്റ് വിച്ച് വാസ് വെരി സിമ്പിൾ. യോഹന്നാൻ വെജിറ്റേറിയൻ ആയിരുന്നു. ഈ അവസാനം വരുന്ന സഭയും വെജിറ്റേറിയനിസവും ഒക്കെ പ്രൊമോട്ട് ചെയ്യും. അല്ലെങ്കിൽ ബ്രോഡായിട്ട് നമുക്ക് പറഞ്ഞാൽ ടെമ്പറൻസ് അവരുടെ മിനിസ്ട്രിയുടെ ഭാഗമായിരിക്കും. അഞ്ചാമത്തെ പോയിന്റ്, പുരാതനമായ ശൂന്യപ്രദേശങ്ങളെയാണ് ഏലിയാവ് പടുത്തുയർത്തിയത്. മറന്നുവരുന്ന വിശ്വാസത്തെയും കൂടാണ്ട് പൊട്ടിപ്പൊളിഞ്ഞ ദൈവത്തിൻ്റെ ഓൾട്ടറിനെയും പടുത്തുയർത്തി. അവസാനത്തെ ഏലിയാവും അതേ കാര്യം ചെയ്യുമെന്ന് ഏഷ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പക്ഷേ പടുത്തുയർത്തുന്ന കാര്യം ശബദായിരിക്കും എന്നും പറയുന്നുണ്ട്. അത് ചെയ്യുന്നവരും നമ്മൾ തന്നെ ഉള്ളൂ. ആൻഡ് ഫൈനൽ പോയിന്റ്, ഈ ഏലിയാവ് അന്ന് പാലസ്തീനിൽ മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു, യോഹന്നാൻ സ്നാപകന് ഇസ്രായേലിൽ മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. ഒരുക്കത്തിന് സർവ്വലോകത്തിലെ എല്ലാ ഗോത്രങ്ങളോടും വംശങ്ങളോടും ഭാഷകളിലോടും ഈ ദൂരം എത്തിച്ച് യേശുവിന് വേണ്ടി ഒരുക്കാനേ പറ്റത്തുള്ളൂ. അത് വേറെ ഒരു സഭയ്ക്കും ആവാൻ പറ്റില്ല. അതായത് യു ഹാവ് ടു ബി ദി അഡ്വെന്റിസ്റ്റ് ചർച്ച് ഓർ ദ കാത്തലിക് ചർച്ച് ആവില്ല, നമുക്കറിയാം, അഡ്വെന്റിസ്റ്റ് ചർച്ച് മാത്രം. ആൻഡ് ഐ ഹോപ്പ് that this message stays in your heart. ഞാനും നിങ്ങളുമാണ് ഏലിയാവ്. അത് നമ്മുടെ ഹാർട്ടിൽ എന്നും ബേൺ ചെയ്യണം. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, എന്തെങ്കിലും അതിന് വേണ്ടി ചെയ്തേ പറ്റുള്ളൂ. യു ഹാവ് ടു ഡു സംതിങ്. ഇഫ് യു കനോട്ട് റൺ, walk. If you crawl, at least move, do something. ഞാൻ ഈ ഇടയ്ക്ക് ജനറൽ കോൺഫറൻസിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്കും ബൂത്തിലല്ല, കാറിൽ ബമ്പർ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് വെബ്സൈറ്റ് ഉണ്ട്, ഒരു happinessforme.info എന്ന് പറയുമ്പോൾ ഇത് അഡ്വെന്റിസ്റ്റ് മെസ്സേജാണ് വെബ്സൈറ്റിൽ ഇറങ്ങുന്നത്. അവർ ചോദിക്കുക, ഒന്നും പറ്റില്ലെങ്കിൽ നിങ്ങൾ ഈ സ്റ്റിക്കറെങ്കിലും ബമ്പറിൽ ഒട്ടിക്കുക. കുറേ പേര് സന്തോഷം വേണ്ടവരെങ്കിലും അത് കയറി രക്ഷപ്പെടട്ടെ. ഡു സംതിങ് ഫോർ ഗോഡ്. അധികം ചെറുതായിട്ട് കൊടുക്കാം. ആൻഡ് ഐ ഹോപ്പ് ദിസ് മെസ്സേജ് ടച്ചസ് യു. എത്ര പേർക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് പ്രയർ കൂടെ വേണമെന്ന് എനിക്ക് തോന്നുന്നു. ഹൗ മെനി ഓഫ് യു വുഡ് റിയലി ലവ് ടു give their commitment or give their hearts to God, saying that we want to live as the Elijah of modern times? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കൈ കാണാൻ പറ്റുമോ? Can we have a small prayer for that? Dear loving God, thank you for this message which you gave me and you gave to this people. Dear God, we know that we are the Elijah who are to prepare this world, who are to stand in this age of widespread apostasy and let your message warn them
to prepare for the second coming. Dear God, please create a burning in our hearts, a desire in our hearts, so that we could take this message forward. And we could stir this world with your love and with your and to prepare them, dear God. You saw the hands which were raised and the many who are willing to do this. Please help us seal this commitment with you in the blood of your Son, Jesus Christ. We ask these things in the name of your Son, Jesus Christ. Amen. So we are going to have a special by Jisha M. George, and that will be our closing song today. Jisha.